ഹലോ സുഹൃത്തുക്കളെ, നമ്മുടെ പൊന്നാനി സൂപ്പർഫാസ്റ്റിൻ്റെ ഇന്നത്തെ യാത്രയിൽ കണ്ടുമുട്ടിയ ഒരു മുഖമാണിത്. ഇദ്ദേഹത്തിൻ്റെ പേര് ജയറാം എന്നാണ്. മലപ്പുറം ജില്ലയിലെ ചങ്ങരംകുളത്തിനടുത്ത് മാന്തടം എന്ന സ്ഥലത്താണ് ഇദ്ദേഹം താമസിക്കുന്നത്. കഷ്ടപ്പാട് നിറഞ്ഞ ജീവിതമായിരുന്നെങ്കിലും വളരെ സന്തോഷത്തോടെയായിരുന്നു ഇദ്ദേഹവും ഇദ്ദേഹത്തിൻ്റെ ഭാര്യയും 2 കുഞ്ഞുമക്കളും കഴിഞ്ഞിരുന്നത്. 5 വർഷങ്ങൾക്ക് മുന്നേ ഇദ്ദേഹത്തെ കരൾ രോഗം പിടിപെട്ട് പല ഹോസ്പിറ്റലുകളിലും മാറി കൊണ്ടുപോയെങ്കിലും പൈസ അവിടെ ഇവർക്കൊരു വില്ലനായിരുന്നു. അവസാനം തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ അവിടുത്തെ ഡോക്ടർമാർ പറഞ്ഞു, മാസം 5 തവണയെങ്കിലും ഈ വയറ്റിനുള്ളിൽ വളർന്നു വരുന്ന മുഴയിൽ നിന്ന് നീരുകൾ എടുത്തു മാറ്റണമെന്ന് പറഞ്ഞു. അതിനുള്ള പൈസ പോലും തികയാതെ വന്നപ്പോൾ ഇദ്ദേഹം വീടായ വീടുകളും കടയായ കടകളും എല്ലാം കയറിങ്ങി പൈസ സ്വരൂപിക്കാൻ തുടങ്ങി. വീടായ വീടുകളും കടയായ കടകളും കയറി അദ്ദേഹം ധരിച്ച ഷർട്ട് ഊരി കാണിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അസുഖം എന്താണെന്ന് പറഞ്ഞ് 2 രൂപ, 5 രൂപ, 10 രൂപ തന്ന് സഹായിക്കണേ സാറുമാരെ എന്ന് പറയുമ്പോൾ നോക്കി നിൽക്കുന്ന ഏതൊരു നല്ല മനസ്സിൻ്റെ ഉടമയുടെയും കണ്ണ് അറിയാതെ നനഞ്ഞു പോകും. നമ്മുടെ സ്വന്തം സഹോദരനെ പോലെ കണ്ട് മാക്സിമം എല്ലാവരും ഇദ്ദേഹത്തെ സഹായിക്കണമെന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. ഇദ്ദേഹത്തെ നേരിൽ കാണുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ഞാൻ ചോദിച്ചറിഞ്ഞു. അത് നിങ്ങൾക്ക് വേണ്ടി ഈ വീഡിയോയിൽ കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പേരെന്താണ്? എൻ്റെ പേര് ജയരാമാണ്. എവിടെ ഇപ്പോൾ വീട് എവിടെയാണ്? ചങ്ങരകുളത്ത് മുത്തൂറാണ്, മാന്തളം മുത്തൂർ. ചങ്ങരകുളം മാന്തളം മുത്തൂർ അല്ലേ? ഇത് എന്താണ് മെയിനായിട്ട് അസുഖം എന്താണ്? ഇത് മെയിനായിട്ട് അസുഖം ലിവർ കംപ്ലൈൻ്റ് ആയിട്ട് നീരുണ്ടാവും. നീര് കുത്തിയെടുക്കണം മാസം നീര് കുത്തിയെടുക്കണം അല്ലേ? അപ്പോൾ ഇതിപ്പോൾ ഏത് ഡോക്ടറെ കാണിക്കുന്നത്? മെഡിക്കൽ കോളേജ് പല ഡോക്ടറുകളുണ്ട്, അവിടെ കാണിക്കാം. തൃശ്ശൂർ മെഡിക്കൽ കോളേജിലല്ലേ? അത് ശരി. ഇതിപ്പോ എത്ര വർഷമായി ഇപ്പൊ ഇങ്ങനെ ഇത് കണ്ടു തുടങ്ങിയിട്ട്? 5 വർഷമായിട്ടുള്ളൂ. ഭാരമുള്ള പണികളൊന്നും ചെയ്യാൻ പറ്റില്ല? ഭാരമുള്ള പറ്റില്ല അല്ലേ? ഇതിപ്പോ എന്താ ഡോക്ടർ പറയുന്നത്? ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുമോ? ഗ്യാരണ്ടി തരുന്നില്ല എന്നല്ലേ? ഇതിപ്പോ ഓപ്പറേഷൻ ചെയ്യാൻ എത്ര രൂപയാണ് പറയുന്നത്? 25 ലക്ഷം രൂപ. 25 ലക്ഷം രൂപ എടുക്കാൻ ഇപ്പോൾ ചേട്ടൻ്റെ അടുത്തില്ല അല്ലേ? അതുകൊണ്ട് ഇപ്പോൾ ഓരോ കടകളിലും വീടുകളിലൊക്കെ പോയിട്ട് ഇങ്ങനെ തുച്ഛമായ പൈസ ശേഖരിക്കുകയാണ് ചെയ്യണത് അല്ലേ? ഓക്കെ. അപ്പോൾ നോക്കട്ടെ ഇതിൻ്റെ എങ്ങനെയാണിത്. കടലെ സുഹൃത്തുക്കളെ, ഇതാണ് ചേട്ടൻ്റെ അസുഖം. കരൾ സംബന്ധമായിട്ടുള്ള അസുഖമാണ്. ഭാരമുള്ള പണികൾ ചെയ്യാൻ പറ്റില്ല, നല്ല ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, കഞ്ഞിവെള്ളം അതുപോലെ തന്നെ ജ്യൂസ് ഒക്കെ കഴിക്കാൻ പറ്റുള്ളൂ. ഈ ചേട്ടൻ റോട്ടിൽ കൂടെ ഓരോ കടകളിലും വീടുകളിലൊക്കെ കയറി പൈസ ശേഖരിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ ചേട്ടനെ ഒന്ന് ശ്രദ്ധയിൽപ്പെട്ടത് കൊണ്ട് തന്നെ ചേട്ടൻ്റെ ദുരവസ്ഥ ഒന്ന് ചോദിച്ചു മനസ്സിലാക്കുമായിരുന്നു. വളരെ കഷ്ടമാണ് ഈ ചേട്ടൻ്റെ അനുഭവങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ. ചേട്ടന് എത്ര കുട്ടികളാണ്? 2 കുട്ടികളാണ്. എന്ത് കുട്ടികളാണ്? അപ്പോൾ എവിടെ ഇപ്പോൾ വാടക വീട് അതോ സ്വന്തമായിട്ട്? വാടക വീട്ടിലാണ് ചേട്ടൻ താമസിക്കുന്നത്. എവിടെ? ചങ്ങരംകുളം അല്ലേ? ചങ്ങരംകുളം മാന്തടത്താണ് താമസിക്കുന്നത്. ഓക്കെ. അപ്പോൾ ചേട്ടാ, നമ്മൾ ഈ ചേട്ടൻ്റെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. ചേട്ടൻ ടെൻഷനൊന്നും അടിക്കണ്ട. അസുഖങ്ങളൊക്കെ മാറി പഴയ ജീവിതത്തിലേക്ക് വരാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് അതിന് ദൈവം സഹായിക്കട്ടെ. ഈ ഹോസ്പിറ്റലിൽ കാണിക്കുന്നതിന് സർട്ടിഫിക്കറ്റ് അങ്ങനെ വല്ലതും ഉണ്ടോ? അതൊന്ന് കാണിക്കാൻ പറ്റുമോ? ഇത് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ കാണിക്കണല്ലേ? ഗവൺമെൻറ് മെഡിക്കൽ കയ്യൊന്ന് പറ്റുമോ? മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തൃശ്ശൂർ. ഇതാണ് ചേട്ടൻ്റെ അസുഖം. ചേട്ടൻ്റെ പേര് ജയറാം, മാന്തടം മുത്തൂർ സ്വദേശിയാണ്. ഇത് ചേട്ടൻ്റെ വൈഫാണ്. ഈ കാട് കൊണ്ട് വീടുകളായ വീടുകളും കടകളായ കടകളെല്ലാം
പോയി 10 രൂപ 20 രൂപ 25 ലക്ഷം വരെ ശേഖരിക്കാനാണ് ചേട്ടൻ ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മാക്സിമം സഹായിക്കുക. ഒരു കുടുംബമാണ് രക്ഷപ്പെടുക. നമ്മളെ ഒരു 10 രൂപ കൊണ്ട് ഒരു 25 ലക്ഷം ആരും സഹായിക്കാനില്ലാത്തത് കൊണ്ട് ചേട്ടൻ കഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ നല്ല മനസ്സിനുള്ള ഉടമകളൊക്കെ ഒരു 10 രൂപ 20 രൂപ സഹായിച്ച് ഈ ചേട്ടനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് കൈകോർക്കാം. ഓക്കെ ചേട്ടാ, എടുത്തു വെച്ചോളൂ. നമ്മൾ മാക്സിമം ഷെയർ ചെയ്യണ്ട കേട്ടോ. ചേട്ടൻ്റെ നമ്പർ ഒന്ന് പറയുമോ? 70 34 50 70 34 50 63 41. ഇതാണ് ചേട്ടൻ്റെ ഗൂഗിൾ പേ നമ്പർ. ആരെങ്കിലും സഹായിക്കണമെന്ന് ആഗ്രഹം തോന്നുന്നവരുണ്ടെങ്കിൽ ഒരു 10 രൂപ 20 രൂപ ഒക്കെ വെച്ചിട്ട് ചേട്ടൻ്റെ ഈ ഗൂഗിൾ പേ നമ്പറിലേക്ക് അയച്ചു കൊടുക്കുക. പലർക്കും പല അസുഖങ്ങളും നമുക്ക് വരും. അപ്പോൾ നമ്മളെ ഒരു സഹോദരനായി കണ്ടിട്ട് എല്ലാവരും ഒന്ന് സഹായിക്കുക. ജീവിക്കുന്ന എടുക്കാൻ ഒരു ഇതാവില്ല. എനിക്ക് 2 കുട്ടികളുണ്ട്, ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി. അതിന് വേണ്ടിയിട്ട് വാടക വീടാണ് താമസം. നിങ്ങൾ ₹1 2 രൂപ കൊടുത്തത് നല്ല ഇത് പൈസ ആവും. അത് ഇത് കഴിഞ്ഞ് ആവുന്നത് ചേർത്തിട്ട് എന്നെ സഹായിച്ചത്.